ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ സെക്കൻഡ് ടൈം പ്രഗ്നൻ്റ് ആണ്. എനിക്ക് 10 വീക്സ് കംപ്ലീറ്റ് ആയി. എൻ്റെ ഫസ്റ്റ് ബേബിക്ക് 1.5 ഇയേഴ്സ് ഓൾഡ് ആയിട്ടേ ഉള്ളൂ. എനിക്ക് ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും, എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയ ടൈമിൽ കുറേ ഇങ്ങനെ റിസർച്ചൊക്കെ ചെയ്യുമായിരുന്നു. യൂട്യൂബും ഇൻ്റർനെറ്റും ഒക്കെ നോക്കുമായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയവർക്കും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും. ഫസ്റ്റ് 3 months ആണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോളിക് ആസിഡ്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു 3 months മുമ്പ് നമ്മൾ ഫോളിക് ആസിഡ് കഴിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം എപ്പോഴും എല്ലാവർക്കും പറ്റണം എന്നില്ല, കാരണം ചിലപ്പോൾ ആക്സിഡൻ്റലി പ്രഗ്നൻ്റ് ആവുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഉള്ളവർക്ക് എന്തായാലും 3 months മുന്നേ കഴിക്കാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന് മുന്നേ കഴിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോളിക് ആസിഡ് ഫസ്റ്റ് 3 months നമ്മൾ കഴിക്കേണ്ട ഒരു സപ്ലിമെൻ്റാണ്. പിന്നെ നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെയിലി ഡയറ്റിൽ നമ്മൾ എഗ്ഗ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. എഗ്ഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റുമെങ്കിൽ ഡെയിലി കഴിക്കാം എഗ്ഗ്. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം, പുഴുങ്ങിയോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ടോ തോരനായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എഗ്ഗ് ഡെയിലി കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6 times വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നത് 6 times ഫുഡ് കഴിക്കണം എന്നാണ്. അത് ഒരുപാട് കഴിക്കണമെന്നല്ല, കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് കഴിച്ചാൽ മതി. അതായത് ഇടയ്ക്ക് സാലഡ്, ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പിന്നെ പയറുവർഗ്ഗങ്ങൾ നിറച്ച് കഴിക്കുക. ഡെലിവറി കഴിഞ്ഞ് നമുക്ക് നല്ലപോലെ പാല് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിറയെ പയറുവർഗ്ഗങ്ങൾ ഇപ്പോഴേ കഴിക്കാം. എനിക്ക് ഫസ്റ്റ് ടൈമിൽ പാല് കുറവായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു കുറവ് നികത്താൻ വേണ്ടി ഡെയിലി ഡയറ്റിൽ പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ചിലപ്പോൾ എല്ലാ ഫുഡും ഒന്നും നമുക്ക് ഈ ഒരു ടൈമിൽ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കഴിക്കാം. പിന്നെ നല്ല മൂവീസ് കാണുക, അതായത് ഒരുപാട് ചിരിക്കാനും ഒക്കെയുള്ള നല്ല കോമഡി മൂവീസൊക്കെ ഇല്ല, അതൊക്കെ കാണുക. എപ്പോഴും മൈൻഡ് നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. പിന്നെ ഫസ്റ്റ് 3 months യോഗയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ലാസ്റ്റ് ട്രൈമസ്റ്റർ തൊട്ടാണെന്ന് തോന്നുന്നു യോഗ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല മ്യൂസിക് കേൾക്കുക എന്നുള്ളതാണ്. അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാം. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം സ്പൈസി ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്പൈസി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നെഞ്ചരിച്ചിൽ, ഹാർട്ട് ബേൺ ഉണ്ടാവാനായിട്ടുള്ള ഭയങ്കര ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം സ്പൈസി ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, പറ്റുവാണെങ്കിൽ ഡെയിലി സൺറൈസ് കൊള്ളുക. വൈറ്റമിൻ ഡി വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ അതിന് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. രാവിലെ ഒരു 7:30 അല്ലെങ്കിൽ ഈവനിങ് ഒരു 5:30 ആ ഒരു ടൈമിൽ പുറത്ത് പോയി കുറച്ച് വെയിൽ കൊള്ളുന്നത് നല്ലതായിരിക്കും. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കുക മാക്സിമം. അധികം ബോഡി സ്ട്രെയിൻ ആവുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പക്ഷെ ഒരുപാട് അങ്ങ് റെസ്റ്റ് എടുക്കുക എന്നുള്ളതല്ല, അതായത് ഒരുപാട് വെയിറ്റ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. മാക്സിമം റെസ്റ്റ് എടുക്കുക, റിലാക്സ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോയുള്ളൂ. ഇനിയും ഇങ്ങനത്തെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.